നമ്മളൊരു ഡിഷുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് കിച്ചുക? അതൊരു സ്വീറ്റ് ആണ്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പോളം റവ, പിന്നെ അതിലേക്ക് 1 കപ്പ് നിറയെ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ പാൽ കൊടുക്കണം, അളന്നെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ റവ എടുത്ത അതേ കപ്പിൻ്റെ അളവിനാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ വേണ്ടത് ഒരു 2 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് പകുതി നാരങ്ങ. പിന്നെ പൊടിക്കാത്ത 2 ഏലക്ക, മുഴുവൻ ഏലക്ക. പിന്നെ വേണ്ടത് ഓയിലാണ്. ഇത്രയും സാധനങ്ങൾ മതി. ഇത് വെച്ച് നമുക്കൊരു എളുപ്പത്തിൽ നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് റവ. എന്നിട്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിലിട്ട് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്കിത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടെ ഒഴിക്കണ്ട, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒത്തിരി പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അത് റവ കുഴച്ചെടുക്കുമ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു നുള്ളു ഉപ്പും ഇട്ട് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. റവ തണുക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. തീ നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ പഞ്ചസാര എടുത്ത് അതേ ഗ്ലാസിൻ്റെ അളവ് വെള്ളം എടുത്താൽ മതി. ഷുഗർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു നൂൽ പരുവാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ എടുത്തു വെച്ച 2 ഏലക്ക മുഴുവൻ എടുത്തു വെച്ചില്ലേ, അത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ചട്ടുകത്തിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരണമെങ്കിൽ 1 നൂൽ പരുവമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ 2 ഏലക്കയുടെ കുരു എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ.
അതും ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് കുറച്ച് റവയിൽ കുറച്ച് ലൂസാവണമെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന പാല് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പാൽപ്പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസാക്കി ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഇത് നമുക്ക് എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഉരുട്ടി ചപ്പാത്തിക്കൊക്കെ ആക്കുന്നത് പോലെ പരത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന്. ഇതൊരു 13 എണ്ണം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ 3/4 കപ്പ് റവ എടുത്തത്. അപ്പോൾ ഇത് നമുക്കിനി എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റവ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് റവ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഷുഗർ സിറപ്പിലിട്ട് വെച്ചേക്കുവാണ്. ഇതൊരു 10 മിനിറ്റോളം ഇട്ട് വെച്ചിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതിലോട്ട് പിടിക്കും. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ റവ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. ഞാനതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് നട്ട്സൊക്കെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിലിടണം. നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോ ഒക്കെ കാണണം. ആ വീഡിയോന് ലൈക്ക് ചെയ്യണം. നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യണം.